ഹലോ. ഇത്തവണ പറമ്പിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ പറമ്പിലെ ഒരു വാഴ മൂപ്പെത്തിയിട്ടില്ല, അത് ഒടിഞ്ഞു വീണതാണെങ്കിലോ കമ്പിവേലിയുടെ അപ്പുറത്തേക്ക്. ശരിക്കും ചെടികൾ തമ്മിൽ സംസാരിക്കാറുണ്ടെന്ന് തോന്നുന്നു. കാരണം എപ്പോഴൊക്കെ പോകുമ്പോഴും വാഴ വീണിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറ്റു ചെടിക്ക് ഹാംഫുൾ ആവാത്ത രീതിയിലാണ് വീണ് കണ്ടേക്കുന്നത്. വാഴ ആദ്യം വെക്കുമ്പോൾ നമ്മൾ നന്നായി കുഴിയെടുത്ത് തടമെടുത്ത് നല്ല ആഴത്തിലായിരിക്കും വെക്കുന്നത്. ആദ്യത്തെ വാഴ വളർന്നു മാറി രണ്ടാമത് കന്ന് വളർന്നു വലുതാവുമ്പോൾ മേൽമണ്ണ് ഉണ്ടാവില്ല. അങ്ങനെ വലുതാവുമ്പോൾ വാഴയ്ക്ക് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വീണ ഒരു വാഴയാണിത്. ഈ വാഴക്കൊല നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ ഒരു സപ്താഹം നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ വാഴപ്പിണ്ടി അത് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിണ്ടിക്ക് നമ്മുടെ വയറിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വാഴപ്പിണ്ടി കിട്ടുകയാണെങ്കിൽ വിട്ട് കളയണ്ട. വാഴപ്പിണ്ടി ഒരു നിസ്സാരനല്ല കേട്ടോ, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇതൊക്കെ കഴിക്കുമോ? എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളിത് വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കാറുണ്ട്. പിന്നെ മുരിങ്ങയില, ഇത്തവണ കുറച്ച് മുരിങ്ങയില ഞാൻ പറിച്ചിട്ടുണ്ട്. മുരിങ്ങയില കറിയും വാഴപ്പിണ്ടി തോരനും, അല്ലെങ്കിൽ വാഴപ്പിണ്ടി കറിയും മുരിങ്ങയില തോരനും. എങ്ങനെയായാലും നമ്മളതെന്തും കഴിക്കുന്ന ആൾക്കാരാണ്. കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുകയോ ചപ്പാത്തിയുടെ കൂടെ മുരിങ്ങയില മിക്സാക്കി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.